in. You are too early, Paul. ഹാപ്പി ബർത്ത്ഡേ കേണൽ. ആഹാ, നീയായിരുന്നോ? ആര് പറഞ്ഞു ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന്? ബർത്ത്ഡേ ആണല്ലോ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. കേണൽ മുഹമ്മദ് അബ്ദുള്ള ബേപ്പൂരിൽ ജനിച്ചു. അറക്കൽ ഖാലിദിന്റെ ഏക മകൻ. 18-ാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. പിന്നെ 71-ലെ യുദ്ധം, കീർത്തിമുദ്രകൾ, ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സിനിമകളെ പോലെ സസ്പെൻസ് നിറഞ്ഞ നാടകങ്ങൾ, യുദ്ധത്തിന്റെ തന്ത്രശാസ്ത്ര കഥകൾ, അവയിലൂടെയുള്ള പ്രശസ്തി. ഇതൊക്കെ കേണൽജിയുടെ പുസ്തകങ്ങൾ വായിച്ച എല്ലാവർക്കും അറിയാലോ. പക്ഷേ കേണൽ, ജനം അറിയാത്ത ചിലതുണ്ടല്ലോ. വാട്ട്സ് ഓൾ ദിസ്? നിനക്കിത് എന്ത് പറ്റി? തീർന്നില്ല. ആയുധ ഇടപാടിൽ കോഴ വാങ്ങിയെന്ന് ആരോ പറഞ്ഞതിന് രാജിവെച്ചു. പിന്നെ വെറും കൈയോടെ നാട് വിട്ടു. ഇന്ന് ഗ്ലേസിയർ കോർപ്പറേഷന്റെ ചെയർമാൻ. മിഷിഗണിൽ, ടെക്സസിൽ, അയോവയിൽ, പെൻസിൽവാനിയയിൽ, അങ്ങനെ 11 ഫാക്ടറികൾ, 5000-ൽ പരം തൊഴിലാളികൾ, സ്വാധീനം, അധികാരം, പണം, എല്ലാം നേടിയെന്നുള്ള വിശ്വാസം. പക്ഷെ സാർ, അങ്ങ് സുരക്ഷിതനാണോ? എന്താ നിന്റെ ഉദ്ദേശം? റിലാക്സ് കേണൽ. കേണൽ, കഴിഞ്ഞ വർഷം നിങ്ങൾ എത്ര പേരെ പിരിച്ചുവിട്ടെന്നറിയാമോ? 240. ആ കുടുംബങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാമോ? നിങ്ങളാണ് അതിന് ഉത്തരവാദി. യു. Right, get up, Colonel. Get up. I say get up, Colonel. Now, put your hands up. Right now. Let's walk. Towards the glass, Colonel. Lean against it. Colonel, അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ കൊന്നിട്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിന് ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ലല്ലോ. ഞാൻ ഈ ഗ്ലാസിൽ ഷൂട്ട് ചെയ്യും, അത് തകരും. പിന്നെ നിങ്ങൾ 33 നില താഴേക്ക്. ഒരു ആത്മഹത്യ, സിമ്പിൾ. അതോടെ നിങ്ങളുടെ കുടുംബം അനാഥമാവും. അവര് കുത്തുവാള എടുത്ത് റോഡിലിറങ്ങി തെണ്ടും. ഇല്ല, തെണ്ടില്ല. അല്ല, തെണ്ടൂന്ന് വെച്ചോ. വെച്ചോന്നോ? ആ, എങ്കിലേ അത് വർക്കൗട്ട് ആവും. ഏത്? എന്താ കേണൽ, കുടുംബത്തെ പറ്റി വിചാരമുള്ളവരല്ലേ ലൈഫ് ഇൻഷുറൻസ് എടുക്കൂ. ഇൻഷുറൻസോ? ആ, ജസ്റ്റ് എ സെക്കൻഡ്. ആർ യു ക്രേസി? ഒരു വലിയ ബിസിനസ്സുകാരനെ കൊണ്ട് കോടികളുടെ പോളിസി എടുപ്പിക്കുന്ന മിടുക്കനായ ഒരു ഏജന്റിന്റെ കഥ ഞാൻ ഇന്നലെ എഴുതിയതാ. ഓഹോ, ഭീഷണിയുടെ പോളിസി. എങ്ങനെയുണ്ട് സാർ? Fantastic. Yeah, you think so? Yeah, I like it. Will it work? Sure, I think it'll work. What? എന്റെ ദൈവമേ, ഇവന്റെ എന്താ ഇത്ര ചിരിക്കാൻ? ഇങ്ങനെയാണോ നാടകം എഴുതുന്നത്? ഈ കഥ അങ്ങോട്ട് കേട്ട ആരായാലും അടിച്ചു പോകും. എന്റെ കൈ പോലും കിടന്ന് തരിക്കുക. അല്ലേലും ഏത് കാര്യം നീ ഓവറാക്കും, അതാ നിന്റെ സ്വഭാവം. അയാള് പോലീസിനെ വിളിക്കാത്തതും തോക്കെടുക്കാത്തതും നിന്റെ ഭാഗ്യ. അല്ല, നാടകത്തിന്റെ പേരെന്തായിരുന്നു? ഭീഷണിയുടെ പോളിസി. 10 രൂപയുടെ തോക്കും അവന്റെ ഒരു ഭീഷണിയും. മോനെ റോബി, ഈ നാടകം എങ്ങനെയാ എഴുതണേന്ന് ഞാൻ പറഞ്ഞുതരാം. കഥ ഉണ്ടായാ പോരാ, ഒരു ലക്ഷ്യം വേണം. ടു ബി ഓർ നോട്ട് ടു ബിയിൽ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ കഥാന്ത്യം വേദനാജനകമായിരിക്കണം. ഷേക്സ്പിയർ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇരിക്കെ മാത്രമല്ല, ടു ബി ഓർ നോട്ട് ടു ബി നാടകമല്ല, ഹാംലെറ്റിലൊരു വരിയ. ഷേക്സ്പിയർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അതുമല്ലോ നിനക്കറിയോ? എന്തായാലും നിന്റെ നാടകം കൊള്ളില്ല, കൊള്ളില്ല, കൊള്ളില്ല. ഇറ്റ് ഈസ് എ വെരി ബാഡ് നാടകം. ഒരു നടി പോലും ഇല്ല, പിന്നെ സ്ട്രക്ചർ ഇല്ല, പ്ലോട്ട് ഇല്ല, ന്യൂക്ലിയസ് ഇല്ല, കോമഡിയും ഇല്ല. പിന്നെ എന്ത് നാടകം അത്? കോമഡി അല്ലേ? ആ പറയട്ടെ. ആ പറ, കുറച്ച് പറ. ഇന്നത്തോടുകൂടി ഇവന്റെ പരിപാടി അവസാനിക്കാം. അതെ, ഇന്ന് ഗ്യാസ് സ്റ്റേഷനിൽ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. എന്ത് കോമഡി? പറയട്ടെ. ഗ്യാസ് സ്റ്റേഷനിലെ കോമഡി ഗ്യാസ് സ്റ്റേഷനിൽ വെച്ചാ മതി. നീ ഇപ്പൊ ഇവിടെ വലിയ തമാശക്കാരൻ കളിക്കണ്ട. ആ അല്ല, സലാഡിനുള്ള തക്കാളി ഇതുവരെ അരിഞ്ഞില്ലേ? അരിഞ്ഞില്ലേ? അരിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടേ സവാള അറിയാണ്ട്. Gin and lime for you, sir. Thank you very much. Okay, one rum and coke for you, right? Okay. Hey, Robbie. നിന്നെ പിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. സോറി, ഇവിടെ കുറച്ച് ബിസി ആയിരുന്നു.
കേണൽ, പുസ്തകം കിട്ടി, പക്ഷേ വായിക്കാൻ നേരം കിട്ടിയില്ല. ദാറ്റ്സ് ഓൾ റൈറ്റ്. ടേക്ക് യുവർ ഓൺ ടൈം. പിന്നെ നിന്റെ തോക്കിപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഏയ് വോൾ. Okay. See you later. Okay, see you, Colonel. Hey, how is it going, Not man? bad. How are you? Hey, brother, Hey. how is it going? Good. How are you? We're looking good. Thank you. ഇങ്ങോട്ട്. എത്ര ഉണ്ടെന്നാ? 10 10 12 ഓ, ഒമറിനെ സഹായിച്ച ഒമറും സഹായിച്ചിരിക്കും. താങ്ക്സ്. താങ്ക്സ് മാൻ. പുതിയൊരു കോൾ വന്നിട്ടുണ്ട്. ഉറപ്പല്ല, പക്ഷേ ഒത്താ ചാകരയാ. ഒരു ബിഗ് ഡീൽ. പക്ഷേ ജോണി അടുത്ത ആഴ്ച പോവാ. ടിക്കറ്റൊക്കെ എടുത്തു. ഒറ്റ ദിവസത്തേക്ക് മതി, പക്ഷെ കുറച്ച് അധികം വേണ്ടി വരും. എത്ര? അത് ഞാൻ പറയാം. ആ കള്ള കാഫറിനോട് പറഞ്ഞേരെ, So funny. കൊണ്ടുപോകുന്ന കാശിൽ പകുതി ഞാൻ തരുന്ന പലിശയാണ്. ഏയ്, wow. ഇവിടെ വല്ല പണിയും കിട്ടുവോടാ? നീ പോ. Have fun, man. Take care. Alright. Make a call. Bye. Bye. $120 കുറവോ നിനക്കോ? എനിക്കും അത്രയും തന്നെ. കേരളം തന്നെയാടാ നല്ല നാട്. അവിടെ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും കാശ് കിട്ടും. ഏത് കൊള്ളരുതായ്മയ്ക്ക് യൂണിയൻകാരും നമ്മുടെ കൂടെ നിൽക്കില്ലടാ. അതെ, രാവിലെ നേരത്തെ വന്നാ കറക്റ്റ് ശമ്പളം കിട്ടും. അല്ലാതെ നാടിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് റോബിയുടെ കാറ് കൊള്ളരുതാത്തോണ്ടല്ലേ, അതിന് സ്പീഡ് പോരാ. അവന് നല്ലതൊരെണ്ണം വാങ്ങിച്ചൂടെ? നമ്മളൊക്കെ അതിനകത്ത് കയറണതല്ലേ. ഓഹോ, അപ്പൊ അങ്ങനെയാ കാര്യം. എന്നാലേ നാളെ മുതൽ പ്രൊഫസർ ബസ്സിൽ വന്നാ മതി. ഞാൻ റോബിയോട് പറഞ്ഞേക്കാം. വേണ്ട ജോണി, അവന് മനസ്സ് വേദനിക്കും. അവന് വേണ്ടി ഞാൻ ആ കാറിൽ കയറാൻ റെഡിയാണ്. വെറുതെ നീ എന്തിനാ അവനെ വേദനിപ്പിക്കണേ? കറണ്ടിനും വാടകയ്ക്കും കൂടി എന്റെ ഷെയർ ഇതേ പിടിച്ചു. നിന്റെ ഷെയർ ഇപ്പൊ വേണ്ട. നീ ഇപ്പൊ നാട്ടിൽ പോകാൻ പോവല്ലേ? അത് വേണ്ട, കണക്കായിരുന്നോട്ടെ. Hi guys. ഹായ്. താനൊന്നും നന്നാവില്ലടോ. Pardon me. അല്ല, പാഠം പഠിപ്പിച്ചിട്ട് തന്നെ പോണുള്ളൂ എന്ന് പറയാണ്. Okay. മലയാളികൾ ഇവിടെ കൂടി കൂടി വരുന്നുണ്ട്. ഹർത്താലിന്റെയും ബന്ദിന്റെയും വിത്ത് ഞാൻ ഇവിടെ വിതയ്ക്കടാ മോനെ. റോബി, ഇത്തവണയും കുറവാ. എല്ലാം കൂടെ 30 കാണോ? 30? ഇന്നും ഒരു 2000 കിട്ടി. നീ ഇതെവിടെ ഒപ്പിക്കുന്നു? നിന്റെ കാശ് തന്നെ. ഡാ, കർത്താവിന് നിരക്കാത്ത പണി വല്ലതാണോ? ഇവിടെ കർത്താവും ഡോളറും ഒക്കെ ഒന്നാ. നിന്റെ കാശ് കൊണ്ട് നിനക്ക് കാശുണ്ടാക്കുന്നു. ആരെയും പറ്റിക്കുന്നുമില്ല. ആ, എടാ ജോണി, ഇനി ഒരു 10 കൂടെ ഉണ്ടാവും എന്റെ വക. നിന്റെ വകയോ? വേണ്ട. നീ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് നിനക്കുള്ളതാ. അതെനിക്ക് വേണ്ട. എന്തോ? നിനക്ക് പുട്ടടിക്കാനല്ല, നിന്റെ പുതിയ വീട്ടിൽ ഒരു മുറി കൂടി പണിയണം. എനിക്ക് നാട്ടിൽ വരുമ്പോ എനിക്ക് താമസിക്കാൻ ഒരിടം വേണ്ടേ? ഞാൻ വേറെ എവിടെ പോവാനാ? ജീവിതം എന്നിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപരിചിതരായി കടന്നു വരുന്നവർ അറിയാതെ മനസ്സുകൊണ്ട് അടുക്കുന്നു. എന്നിട്ടൊടുവിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത നിമിഷത്തിൽ അകലേണ്ടി വരുന്നു. അയ്യോ, ഇതാരാ? പൊന്നച്ച സാറല്ലേ? അയ്യോ, ഇത് പൊന്നച്ച സാറ് തന്നെ. സാറിന് ഒരു മാറ്റവും ഇല്ല. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുഞ്ഞിലക്ഷ്മി. കുഞ്ഞുലക്ഷ്മിയാ? ഓ, ഈ സാറിന്റെ ഒരു കാര്യം. സാഗറിലെ കുഞ്ഞിലക്ഷ്മി. സാഗറ? പണ്ട് ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ച കാര്യമൊക്കെ മറന്നുപോയോ? സ്വർണ്ണ ചിറകുള്ള കിങ്ങിണി തത്തേ, നിനക്കൊരായിരം ചുംബനപ്പൂക്കൾ എന്നല്ലേ എനിക്ക് എഴുതി തന്നത്? കുഞ്ഞുലക്ഷ്മി എന്താ ഇവിടെ? ഞാനിവിടാ കൗണ്ടിയിലെ ഹെഡ് നേഴ്സാ. വന്നിട്ട് 15 വർഷമായില്ലേ? ഭർത്താവ്? ഓ, അതിപ്പോ ഇല്ല. ഞാൻ സിംഗിളാ. ഞാനും സിംഗിളാ. അപ്പോ അമ്മണി ടീച്ചറോ? PhDയും കൊച്ചമ്മണിയും ഇവിടുത്തെ റിസർച്ചും എല്ലാം കൂടെ ഒരുമിച്ച് പോവില്ല. ഓ, അല്ല,
സാറെന്താ ഇവിടെ? ഞാനീ കാറ് വാഷ് ചെയ്യാൻ ഇങ്ങനെ. അടിച്ചു പൊളിക്കാണല്ലേ. ഓ, ഡ്യൂട്ടിക്ക് സമയായി, ഞാൻ പോട്ടെ. ബൈ ബൈ. ബൈ ബൈ. അല്ല, സാറിന്റെ നമ്പർ ഇങ്ങ് തന്നെ. എന്തിനാ? എനിക്ക് ഒത്തിരി പറയാനുണ്ട്. 7024513355. അത് മതി. ബൈ ബൈ. ബൈ 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 ബൈ. അല്ല എന്തുവായിരുന്നു ഇവിടെ നിക്കിളി? എന്തു ജോണി, അവളെന്നെ മറന്നിട്ടില്ലടാ. ആര്? ആ പെയിന്റ് അടിച്ച തള്ളയാ? അത് തള്ളയല്ല, കുട്ടിയാ, ഞാൻ പഠിപ്പിച്ച കുട്ടി. അവളിവിടുത്തെ സിറ്റിസനാ. മാത്രല്ല അവള് സിംഗിളാ. ഓ, അതായിരുന്നു ആ ചുറ്റിക്കളി അല്ലേ? ഇനി അവൾ എന്നെ വിളിക്കും. ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ ആയിരിക്കും. നീ പോവല്ലേടാ ജോണി? നിനക്ക് എന്തിനാടാ ഫോൺ? എനിക്കൊരു ഫോൺ വാങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല, ആ ഡോളറും കൂടി ഞാൻ പള്ളിയിൽ കൊണ്ട് നേർച്ചയിടും. കർത്താവ് തിരിച്ചു തരും. നേർച്ചയിട്? ആ, അതിന് നിനക്ക് പള്ളിന്ന് വല്ല വിചാരം ഉണ്ടടാ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആയിക്കോട്ടെ, അതിനെന്താ, ഇപ്പോഴും എപ്പോഴും ആയിക്കോട്ടെ. വരാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസം 1 ആയി. ഇന്ന് തന്നെ ഞാൻ വിടില്ല. കേറ് വണ്ടിയില്. അച്ഛോ, അത് റോബി വേണ്ട, അവന്റെ പേര് നീ മിണ്ടണ്ട. അറിഞ്ഞു, ഞാനെല്ലാം അറിഞ്ഞു. ഞാൻ അറിയാതെ നീ അങ്ങനെ നാട്ടിലോട്ട് മുങ്ങണ്ട. എന്റെ കർത്താവേ, അപ്പൊ അച്ഛനോട് നീ ഇതുവരെ പറഞ്ഞില്ലടാ? അച്ഛോ, അത് വേണ്ട. മനുഷ്യനായ കുറെ നേരും നെറിയൊക്കെ വേണം. നീ ഇവിടെ വന്നു മുങ്ങിയപ്പോ നിന്നെ നോക്കാൻ ഞാനല്ലാണ്ട മറ്റാരാ ഉണ്ടായിരുന്നേ? ക്രിസ്മസിന് ഇനി എത്ര ദിവസമുണ്ട്? ചൊവ്വോട് ചൊവ്വ 8, പിന്നെ 16. അതിനു മുമ്പ് റെക്കോർഡിംഗ് തീർക്കണം. അച്ഛോ, എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. ഒന്നും ആയിട്ടില്ല. പിന്നെ മോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. കളിപ്പാട്ടല്ലേ? ഒരു കൊച്ചിന് കളിക്കാൻ എത്ര കളിപ്പാട്ടം വേണോടാ? ആ, കടയിലൊക്കെ ഞാൻ കൊണ്ടുപോവാ. നീ വാ. ഇനി നിന്റെ താമസം എന്റെ കൂടെ. കേറ് കേറ്. എന്നാ ഞാനും വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? അല്ല, വീട് വഴിക്കല്ലേ പോണേ? അല്ല, ആ ഫോൺ തന്നിട്ട് പോടാ. ഇനി കുഞ്ഞുലക്ഷ്മി വിളിച്ചാ ഇവൻ എന്താണാവോ പറയാ?